പാറ്റ സമരത്തിൽ പാറ്റകൾ വലിയ ആക്രമണമാണ് തുറന്നുവിടുന്നത്. ഈ ആക്രമണ പദ്ധതിക്ക് പിന്നിൽ എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ആക്രമണം അവർ ആസൂത്രണം ചെയ്യുന്നത്? അതായത് കൃത്യമായ പദ്ധതിയും പ്ലാനിങ്ങും ഇതിൻ്റെ പിന്നിലുണ്ട്. 3 ലെയറായിട്ടുള്ള പരിപാടിയാണ് ഇവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെ 3നെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. അതിൻ്റെ പേര് പണം എന്നാണ്. മണി എന്നാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇവർ നടത്തിയ നീക്കങ്ങളെന്നുമുള്ളത് പഠിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആംഗിളുണ്ട്. അത് ഒരു ഭാഗത്ത് അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ്. ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള സ്വഭാവം, ആ പൊളിറ്റിക്കൽ ഇടപെടലുകൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, ഇതെല്ലാമാണ് രണ്ടാമത്തത്. ഏറ്റവും അവസാനത്തേത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഫിസിക്കൽ അറ്റാക്കിൻ്റേതാണ്, ആക്രമണത്തിൻ്റേതാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം നമുക്കെടുക്കാം. ഈ സമരം തുടങ്ങിയത് എങ്ങനെയാണ്? സോനം വാങ്ചുക്ക് വന്ന് നിരാഹാരം തുടങ്ങിയിട്ടല്ലേ, ജന്തർ മന്ദറിൽ വന്നിട്ടുള്ള പരിപാടി. ആ പരിപാടിയാണ് അവിടെ സമരം തുടങ്ങിയത്. ഈ പറയുന്ന ആദ്യം അഭിജിത് ദീപ്കെയാണ് അവിടെ ആ സമര പരിപാടിയിലിരുന്നത്. അതിനുശേഷമാണ് സോനം വാങ്ചുക്കിനെ കൊണ്ടുവന്നിട്ട് നിരാഹാര സമരത്തിന് ഇരുത്തുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അഭിജിത് ദീപ്കെ ആ പൊസിഷൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? ഇത്രയും ദിവസമായിട്ടും ആ സമരത്തിന് ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്നത് അവസാനം എന്തു ചെയ്തു? അവർ സെലിബ്രിറ്റി ആംഗിളിലേക്ക് ഇത് കൊണ്ടുവന്നു. സെലിബ്രിറ്റി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന സമരത്തിൽ വമ്പൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്ങിലൂടെ ആൾക്കാരിലേക്ക് ഇവിടുത്തെ ഈ പ്രശ്നം ഇങ്ങനെയാണ് എന്നുള്ളത് എത്തിച്ചുകൊണ്ടേയിരുന്നു പല മീഡിയകളും. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് നോക്കുന്ന വാർത്താ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഈ വാർത്ത കാണാൻ കഴിയും. പക്ഷേ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേജുകൾ, ചില അക്കൗണ്ടുകൾ, ഇതെല്ലാം സജഷനായിട്ട് വരുന്നു. അതായത് ബൂസ്റ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ്റെ അടിസ്ഥാനം. നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ ബൂസ്റ്റ് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും അല്ലേ? അതിൽ എഴുതി കാണിക്കും, ഇങ്ങനെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എഴുതി കാണിക്കും ഈ ഇത്തരം കൂടുതൽ വിവരങ്ങൾ കിട്ടാനായിട്ട്. അപ്പോൾ പ്രൊമോട്ട് ചെയ്തതാണ്, ബൂസ്റ്റ് ചെയ്തതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പണം മുടക്കി സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടൻറ്റുകളും വ്യാജ അക്കൗണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്നൊക്കെയാണ് ഒരെണ്ണത്തിന് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ഒരു പേര്, പെട്ടെന്നൊരു പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മുഖ്യധാര മാധ്യമത്തിൻ്റെ പേജാണെന്നൊക്കെ സംശയം തോന്നുന്ന തരത്തിൽ അതിനകത്തെ പോസ്റ്റുകൾ ഞാൻ ഈ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 15 ദിവസമായിട്ടുള്ളൂ അത് സ്റ്റാർട്ടായതിപ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം 100-ലധികം 100-200 പോസ്റ്റുകൾ അതിനകത്തുണ്ട്. 100-ലധികം, 100-നും 200-നും ഇടയ്ക്കാനുള്ളത്. അത്രയും പോസ്റ്റുകൾ അതിനകത്തുണ്ട്. ആ പോസ്റ്റുകളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ഇന്ത്യ, ആൻറ്റി BJP, ആൻറ്റി മോഡി ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ്. അതിനകത്ത് പറയുന്ന അനീതി ഇവിടെ വാഴില്ല, ആ അനീതിയെ തകർത്തെറിയും, ഫാസിസത്തിനെ ഇല്ലായ്മ ചെയ്യും, നീതി നിഷേധിക്കപ്പെടുകയാണ്, ആ നിഷേധിക്കപ്പെടുന്ന നീതി ഞങ്ങൾ നേടിയെടുക്കും. എന്ത് നീതി? എന്താ പ്രശ്നം എന്ന് പറയുന്നില്ലല്ലോ. അല്ല, അപ്പൊ അത്രത്തിലധികം ഫണ്ടിങ് ഈ പാറ്റ സമരത്തിലേക്ക് അതെ, വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആംഗിളാണ്. ആ സോഷ്യൽ മീഡിയ ആംഗിളിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം പ്രൊമോഷനുകൾ, PR വർക്കുകൾ. മറ്റൊരു കാര്യം, ഇപ്പോൾ സെലിബ്രിറ്റികൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സെലിബ്രിറ്റികൾ എത്തുന്നത് അല്ലേ? സെലിബ്രിറ്റികളിലേക്ക് എത്തുന്ന സെലിബ്രിറ്റികൾ ആഞ്ഞ് വീശിക്കൊണ്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ സെലിബ്രിറ്റികളൊക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മറ്റേ പ്രകാശ് രാജിനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സെലിബ്രിറ്റികളിലേക്ക് എത്തുന്നു. സാധാരണ സെലിബ്രിറ്റികൾക്ക് അങ്ങനെയാണ്. ഒരു പ്രൊമോഷൻ ഇറങ്ങി അവർ വെറുതെ എന്തെങ്കിലും ഇറങ്ങുമോ? ഒരു ഉദ്ഘാടനത്തിന് പോയാലും പൈസ വാങ്ങിക്കും, ഒരു പരിപാടിക്ക് പങ്കെടുത്താൽ പൈസ വാങ്ങിക്കും. അപ്പോൾ അവർ ചുമ്മാ ഇറങ്ങില്ല, കൃത്യമായിട്ടുള്ള അജണ്ട അതിന് പിന്നിലുണ്ട്, കൃത്യമായ ധനത്തിൻ്റെ ഇടപാടുണ്ട്. പണവുമായിട്ട് അത് ബന്ധിപ്പിച്ച് കഴിഞ്ഞല്ലോ, അത് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ. ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കാതിരുന്നത്? കോൺഗ്രസ് പിന്തുണച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അറിയാം ഇത് ശക്തി പ്രാപിച്ചാൽ കോൺഗ്രസ്സിനെതിരായിട്ട് അവസാനം ഇത് തിരിയും. എങ്ങനെയാണോ ഈ പറയുന്ന AAP ആവിർഭവിച്ചത്, അതുപോലെയാണ് AAP എപ്രകാരം നോക്കിക്കണ്ടോ അതുപോലെയാണ് പാറ്റാ സമരത്തെയും രാഹുൽ ഗാന്ധി നോക്കിക്കണ്ടത്, ഇല്ലെങ്കിൽ കോൺഗ്രസ് നോക്കിക്കണ്ടത്. പിന്നീട് എവിടെ നിന്നോ ഒരു കൃത്യമായ നിർദ്ദേശം വരുന്നു, നിങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമാകണം, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിലപാട് മാറ്റിയത്? എന്നിട്ട് ചർച്ചയല്ല, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും എന്ന് പറയുന്ന നിലപാടിലേക്ക് പോയത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറഞ്ഞത്. വീണ്ടും പണവുമായിട്ട് പൊളിറ്റിക്കൽ അജണ്ട ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന, ഈ കലാപത്തിനെ നിയന്ത്രിക്കുന്ന ഏത് പ്രകാരമുള്ള കലാപം? ബംഗ്ലാദേശിൽ നടന്ന പോലെ, നേപ്പാളിൽ നടന്ന പോലെയുള്ള കലാപം. ആ കലാപത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഇവിടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം. അത് പെട്ടെന്ന് രൂപപ്പെടുന്നു, എല്ലാവർക്കും കൃത്യമായ നിർദ്ദേശം പോകുന്നു. ഏതോ ഒരു ശക്തമായ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഓർഡർ അനുസരിക്കുന്നത് പോലെ പല ഭാഗത്തു നിന്ന് നേതാക്കൾ
അവിടേക്ക് എത്തുന്നു. പലയിടത്തുണ്ടായിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എത്തുന്നു, കൃത്യമായി ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. 2. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം. പാറ്റകൾ വലിയ അതിനിടെ ചോദ്യവും അതാണ്. പാറ്റകൾ വലിയ ആക്രമണം നടത്തി. ഈ ആക്രമണം എങ്ങനെ പദ്ധതിയിട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ സെലിബ്രിറ്റി ആംഗിൾ മനസ്സിലായല്ലോ. അപ്പോൾ കൃത്യമായിട്ട് സെലിബ്രിറ്റികളും പൊളിറ്റീഷ്യൻസും എത്തുമ്പോൾ മീഡിയ അറ്റൻഷൻ അവിടെ കിട്ടും. മീഡിയ അറ്റൻഷൻ മാത്രമല്ല, സോഷ്യൽ മീഡിയ അറ്റൻഷനും. അതാണ് അവർക്ക് കുരുക്കായതും. ഇനി ഈ പറയുന്ന ഫിസിക്കൽ അറ്റാക്ക്, ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരെ എത്തിക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്, വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത് മാത്രവുമല്ല, നിങ്ങൾ ഈ പറയുന്ന ഡൽഹിയിലെ ജന്തർ മന്ദറും അക്ബർ റോഡും ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഒരു കല്ല് അവിടെ കാണില്ല. ഒരു കല്ലോ നിങ്ങൾക്ക് എടുത്തെറിയാനായിട്ടൊരു കല്ല് അവിടെ ഇല്ല. അത്രയ്ക്ക് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഹൈ സെക്യൂരിറ്റി സോണാണ് അവിടെ. അവിടെ എവിടുന്നാണ് ഈ കല്ല് ഇത്രയും വന്നത്? പോലീസുകാർക്ക് നേരെ വന്ന കല്ലുകൾ കണ്ടില്ലേ, കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ. ഇതൊക്കെ എവിടുന്നാണ് വന്നത്? ഇതെങ്ങനെ വന്നു? ഇത് ഒരു സൈഡിൽ നിന്ന് അവർ പറയുന്നത് ഇത് പോലീസുകാർ ലോറിയിൽ കൊണ്ടുവന്നതാണ്. അത് കുറച്ച് ആളുകളൊക്കെ സെലിബ്രിറ്റീസ് തന്നെയാണെന്ന് തോന്നുന്നു, അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, പോലീസ് ലോറിയിൽ കൊണ്ടുവന്ന കല്ലാണത്. പോലീസ് ലോറിയിൽ കൊണ്ടുവന്നു കല്ല്, എന്നിട്ട് പോലീസ് എന്ത് ചെയ്യാനാ? പോലീസാണ് അത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞത്. ഓക്കെ, ശരി. പോലീസിന്റെ കയ്യിൽ ടിയർ ഗ്യാസ് ഇല്ല, പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഇല്ല, പോലീസിന്റെ കയ്യിൽ ലാത്തി ഇല്ല, ഒന്നുമില്ല. അവരുടെ റബ്ബർ ബുള്ളറ്റ് പോലും ഇല്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ കല്ലെറിയാൻ വേണ്ടി വന്നോ? പോലീസ് നല്ല ബുദ്ധിയാണല്ലോ, എന്ത് യുക്തിയാണ്. പോലീസിൻ്റെ കയ്യിൽ തോക്കും സാധനങ്ങളും ആക്രമിക്കാനുള്ള കൃത്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്, നല്ല ടിയർ ഗ്യാസ് ഉണ്ട്. ആ ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഇട്ട് കൊടുത്താൽ മതി, കല്ലിടേണ്ട കാര്യമില്ലല്ലോ. കല്ലെറിഞ്ഞാൽ ഒരാൾക്കല്ലേ കൊള്ളുമല്ലോ. ഒരു ടിയർ ഗ്യാസ് ഇട്ടിന് കഴിഞ്ഞാൽ ഒരു 10-15 പേർക്ക് അത് കൊള്ളുമല്ലോ. അത് മാത്രവുമല്ല, 50 പേർക്കെങ്കിലും കൊള്ളും. അത് മാത്രവുമല്ല, അവർക്ക് അതെടുത്ത് തിരിച്ചു പ്രയോഗിക്കാനും പറ്റില്ല, അപ്പോഴത്തേക്കും അതിൻ്റെ ഗ്യാസ് തീരും. അതാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളുള്ള പോലീസ് എന്തിന് കല്ലെറിയണം? കല്ലുകൾ പെട്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതിൻ്റെ വീഡിയോ വെളിയിൽ വന്നല്ലോ. അത് ഈ പോലീസ് അല്ലല്ലോ, അത് CJP-ക്കാരാണല്ലോ. ഓക്കെ, അപ്പോൾ അതവിടെ പൊളിഞ്ഞു. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ എത്തിക്കുന്നു. മിക്കവാറുമുള്ള ഈ പിടിയിലാക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരും തന്നെ സ്റ്റുഡൻസ് അല്ല, വിദ്യാർത്ഥികളല്ല, അല്ലാത്ത ആൾക്കാരാണ് വരുന്നത്. വന്നിട്ട് കല്ലെറിയുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, പോലീസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, സ്ത്രീകളെ കയറി പിടിക്കുന്നു, വനിതാ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയും പദ്ധതിയും ഉണ്ടായി എന്നുള്ളതാണ്. നമ്മൾ കാശ്മീരിൽ കണ്ടിട്ടുണ്ടായിരുന്നു കല്ലെറിയുന്ന, പട്ടാളത്തിനും പോലീസിനും നേരെ കല്ലെറിയുന്ന ആൾക്കാരെ. നോട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ അതെന്താ സ്വിച്ച് ഇട്ട പോലെ നിന്നത്? ഒരു ദിവസം കല്ലെറിയുന്നതിന് 500 രൂപയുടെ ഒരു നോട്ടാണ് കൊടുത്തിരുന്നത്. ആ നോട്ട് പിന്നെ കിട്ടാതായതോടുകൂടി, ആ നോട്ട് ഇല്ലാതായതോടുകൂടി, പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകർന്നതോടുകൂടി ആ പരിപാടി അങ്ങ് നിന്നു എന്നുള്ളത്. അതിനുശേഷം കാശ്മീരിൽ കല്ലേറുണ്ടായിട്ടില്ല. കാരണം പൈസ കിട്ടുന്നില്ല. പൈസ കിട്ടാതെ ഞങ്ങളെന്തിനാണ് പോലീസിൻ്റെ അടികൊള്ളാൻ പോകുന്നത്, പട്ടാളത്തിൻ്റെ അടികൊള്ളാൻ പോകുന്നത്? ഞങ്ങളെന്തിനാണ് റബ്ബർ ബുള്ളറ്റും പ്ലാസ്റ്റിക് ബുള്ളറ്റും ഏറ്റുവാങ്ങുന്നത്? അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മണിയാണ്. അപ്പോൾ ഇതിനെ സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയയുടെയും പണത്തിനെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പൊളിറ്റീഷ്യൻസ് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതും പണവുമായിട്ട് ബന്ധപ്പെട്ടും അധികാരവുമായിട്ട് ബന്ധപ്പെട്ടുമാണ് നമുക്കറിയാം. ഇനി മൂന്നാമത്തത്, ഈ വന്നിരിക്കുന്ന ആൾക്കാർ, കല്ലെറിയാൻ വന്ന ആൾക്കാർ, കല്ലും കൊണ്ടുവന്ന ആൾക്കാർ, ആക്രമണത്തിന് പദ്ധതിയിട്ട് കൃത്യമായിട്ട് വന്ന ആൾക്കാർ, ഒരു തരത്തിലും യൂണിഫൈ ചെയ്യാൻ കഴിയാത്ത വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു സംഘടനയുമായിട്ട് പോലും ബന്ധമില്ലാത്ത ഒരു മോബ്, ആൾക്കൂട്ടം, ആക്രമണത്തിന് വേണ്ടി വന്ന അരാജകത്വത്തിൻ്റെ ഒരു കൂട്ടം. അതും പണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പണമാണ് ഇവിടെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം പണമാണ്. ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആരുടെയൊക്കെ താല്പര്യം? ബംഗ്ലാദേശിൽ നേപ്പാളിൽ ഉണ്ടായതുപോലെ ഒരു സർക്കാർ മാറ്റം ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് സമരം ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് എന്താണ് അവരുടെ സ്വഭാവം? എന്താണ് ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഇവിടെ അട്ടിമറി നടത്തുക, ഭരണം മാറുക, മറ്റു പല വിദേശ താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, തുടർന്നു കഴിഞ്ഞാൽ, രാജ്യത്ത് ഇങ്ങനെ തന്നെ അധികാരം തുറന്നു കഴിഞ്ഞാൽ ഇന്ത്യ നമ്പർ 1 ശക്തിയാവും. പല രാജ്യങ്ങളുടെയും ബിസിനസ് താല്പര്യങ്ങൾ നടക്കില്ല. അതുമാത്രവുമല്ല, ഇനി പണവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, ഇവിടുത്തെ പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളെ, സാമൂഹിക സംവിധാനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. മതം മാറ്റ മാഫിയ മുതൽ അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത വിദേശ ശക്തികളുടെ പണം വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരടക്കമുള്ളവർ, അവർക്ക് പൂട്ടിട്ടത് കൊണ്ടാണ്. ഇത് FCRA നടപ്പിലാക്കിയല്ലോ. FCRA നടപ്പിലാക്കുന്നതിൻ്റെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവർക്ക് ഇതിനകത്ത് FCRA ബാധിക്കപ്പെടുന്നവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇവിടെ അക്രമം ഉണ്ടാക്കി അഴിച്ചു വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു വലിയ താല്പര്യം. അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പണമാണ് ഇല്ലാതാവുന്നത്. അവർക്ക് വന്നു ചേരുന്ന പണം ഇല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്
ഈ പറയുന്ന കലാപം ഇവിടെ നടക്കുന്നത്. ഈ കലാപത്തിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു 3 ലെയറായിട്ടുള്ള ആക്രമണ പദ്ധതിയാണ്. അതിനു പിന്നിൽ വലിയ സാമ്പത്തിക മാഫിയയുണ്ട്. FCRA നിയമം മുതൽ രാജ്യത്തിൻ്റെ ആഗോള തലത്തിലെടുക്കുന്ന നിലപാടുകളും രാജ്യത്തിൻ്റെ വളർച്ചയും അടക്കമുള്ളത് ഇതിനകത്ത് പ്രധാനമാണ്. നമ്മൾ കണ്ടതാണല്ലോ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ നേരെ കല്ലെറിയുന്നത്. ആ കല്ലേറ് വരെ നടത്തിയ ആൾക്കാരുണ്ടല്ലോ, ട്രെയിനിന് നേരെ കല്ലെറിയുക. എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിന് നേരെ? സർക്കാർ വാഹനങ്ങൾ തകർക്കാനും പൊതുമുതൽ. നമ്മുടെ ട്രെയിൻ സമരത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല, അത് ഹൈഡ്രജൻ ട്രെയിന് നേരെ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ വീഡിയോ കാണുന്നുണ്ട് കല്ലെറിയുന്ന ട്രെയിനിന് നേരെ. എന്തായാലും കല്ലെറിയാതെ അത് ഇന്ത്യയിൽ നടന്ന സംഭവമാണല്ലോ. അത് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുമാണ്. ഈ ഹൈഡ്രജൻ ട്രെയിൻ അല്ലാന്ന് വെച്ചോളൂ, ഏതോ ട്രെയിനിന് നേരെ കല്ലെറിയുന്നുണ്ട് എന്തായാലും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിന് നേരെ കല്ലെറിയുന്നത്? രാജ്യത്തിൻ്റെ പൊതുമുതൽ എന്തിനാണ് നശിപ്പിക്കുന്നത്? അപ്പോൾ വന്ദേ ഭാരതിന് നേരെ നിരന്തരം കല്ലേറുണ്ടായില്ലേ? വന്ദേ ഭാരത് എന്തിനാ വന്ദേ ഭാരതിന് നേരെ കല്ലെറിയുന്നത്? എന്തിനാ? അതിൻ്റെ ലോജിക്ക് ഒന്ന് പറഞ്ഞു തരൂ. എന്തിനു വേണ്ടിയിട്ടാണ് കല്ലെറിയുന്നത്? അയ്യോ, വന്ദേ ഭാരത് എന്ത് ചെയ്തു? നല്ല ട്രെയിനല്ലേ, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനല്ലേ, AC അല്ലേ, നല്ല ഭംഗിയായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ വികസിക്കുന്നത്, രാജ്യത്തെ ജനങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നത്, രാജ്യം പുരോഗമിക്കുന്നതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഏതായാലും ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. വിദേശ ശക്തികളുടെ ഇടപെടലുണ്ട്. FCRAയിൽ നിന്ന് വഴിമുട്ടിപ്പോയ ആൾക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ് കൃത്രിമമായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാപം മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ജന്തർ മന്ദറിലെയും ഈ പറയുന്ന അക്ബർ റോഡിലും ഒക്കെ നടത്തുന്ന ആക്രമണ പദ്ധതികൾ എന്നുള്ളത് ഇതോടെ തെളിയുന്നു. അതുകൊണ്ടാണ് ഈ പദ്ധതി കൃത്യമായി തന്നെ പറഞ്ഞു തന്നത്. ഇത് കൃത്യമായ പദ്ധതിയാണ്. അത് നടത്താനായിട്ട് പണത്തിൻ്റെ ചിലവുണ്ട്. അത് വെച്ച് തന്നെയാണ് നടത്തുന്നത്. ഇവരുടെ താല്പര്യം ഇന്ത്യ വിരുദ്ധത മാത്രമാണ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.